2023 മെയ്യിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ജി ബൈജുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്ന് ട്രാൻസ്ഫർ എന്ന പേരിൽ ജി ബൈജുവിനെ സ്ഥാനക്കയറ്റം നൽകിയതിന്റെ രേഖകൾ 24-ന് ലഭിച്ചു. ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ നിയമനങ്ങളിലും വഴിവിട്ട ഇടപെടലുകൾ നടന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഈ രേഖകളിൽ നിന്ന് എന്താണ് മനസ്സിലായത് അരുൺരാജ്? റിജിത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ നിലവിലെ സ്വർണ്ണ മോഷണവുമായി വലിയ രീതിയിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന വ്യക്തികളുടെ ഒരാളാണ് ജി ബൈജു. ജി ബൈജുവിന്റെ നിയമനം, ദേവസ്വം ബോർഡ് സെക്രട്ടറിയായുള്ള നിയമനം സംബന്ധിച്ചുള്ള പരാതിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്നത് 2023 മെയ്യിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ജി ബൈജുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്ന് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ജി ബൈജുവിന് സ്ഥാനക്കയറ്റം നൽകിയത് ട്രാൻസ്ഫർ എന്ന പേരിലാണ്. ആ ഉത്തരവ് കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ രേഖകൾ 24 ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഡെപ്യൂട്ടി കമ്മീഷണർ പോസ്റ്റിൽ നിന്നാണ് ട്രാൻസ്ഫർ ഉത്തരവിലൂടെ ദേവസ്വം സെക്രട്ടറിയായി ജി ബൈജുവിനെ നിയമിച്ചത്. സാധാരണഗതിയിൽ ദേവസ്വം കമ്മീഷണറായി ജോലി ചെയ്യുന്ന 3 പേരുടെ പട്ടിക തയ്യാറാക്കി അതിൽ കൃത്യമായ തീരുമാനം അത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ചട്ടം അനുസരിച്ച് വേണം തയ്യാറാക്കാൻ. അതിന് ഗുഡ് സർവീസ് എൻട്രിയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയവും കണക്കാക്കി ദേവസ്വം ബോർഡിന് മുമ്പിലേക്ക് എത്തി ആ ദേവസ്വം ബോർഡാണ് അംഗീകരിക്കേണ്ടത്. പക്ഷേ ജി ബൈജുവിന്റെ കാര്യത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടായില്ല. അസിസ്റ്റന്റ് സെക്രട്ടറി നേരിട്ട് ഒരു ട്രാൻസ്ഫർ പോസ്റ്റിലൂടെ ഒരു സ്ഥാനക്കയറ്റം നൽകി. എങ്ങനെയാണ് ജി ബൈജുവിന് ട്രാൻസ്ഫർ പോസ്റ്റിലൂടെ സ്ഥാനക്കയറ്റം നൽകിയെന്ന ചോദ്യം കൂടി ഇപ്പോൾ ബാക്കിയാവുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റൂളിന് വിരുദ്ധമായിട്ടാണ് ജി ബൈജുവിനെ സ്ഥാനക്കയറ്റം നൽകിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മിയാണ് ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം നൽകി ജി ബൈജുവിനെ സെക്രട്ടറി പോസ്റ്റിലേക്ക് നിയമിച്ചത്. ജി ബൈജുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ സംബന്ധിച്ചും അവ്യക്തതകൾ നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ച പരാതി കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ +2 മാത്രമായിരുന്നു ജി ബൈജുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത. പക്ഷേ പിന്നീട് ഈ ഡിഗ്രി അടക്കം ജി ബൈജു നേടിയെടുത്തു എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡിന്റെ രേഖകൾ കാണുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ, ഡിഗ്രി വിദ്യാഭ്യാസം കരസ്ഥമാക്കാനോ പരീക്ഷകൾക്ക് പോകാനോ ജി ബൈജു ദേവസ്വം ബോർഡിൽ നിന്ന് അവധി എടുത്തിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ പഠന ആവശ്യത്തിനോ പരീക്ഷയ്ക്കോ പോകുന്നതിന് അവധി എടുത്തിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ പെർമിഷൻ പോലും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. ഈ ബോർഡിന്റെ വിശദീകരണത്തിന്റെ കുറിപ്പ് കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാക്കിയതിന് പിന്നാലെയായിരുന്നു ജി ബൈജു ഈ വിദ്യാഭ്യാസ യോഗ്യത കരസ്ഥമാക്കുകയും പിന്നീട് ഈ നിയമനം ഉറപ്പാക്കുകയും ചെയ്തത്. മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദം നേടി എന്നുള്ളതാണ് ജി ബൈജു ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. അരുൺരാജ്, ചട്ടങ്ങളൊന്നും ഇയാൾക്ക് ബാധകമാകുന്നില്ല എന്നുള്ളത് സംശയകരമാണ്. ആരാണ് ഈ ഉത്തരവിന് പിന്നിൽ, ആരാണ് ഇതിന് വഴിയൊരുക്കിയത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ടോ? സംശയിക്കാവുന്ന പേരുകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ അരുൺരാജ്. റിജിത്ത്, തീർച്ചയായും ദേവസ്വം ബോർഡിനുള്ളിൽ നടന്ന ചില ഇടപാടുകൾ, ചില സ്ഥാനക്കയറ്റങ്ങൾ, ചില സ്ഥാനമാറ്റങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ജി ബൈജുവിന്റെ നിയമനം എന്നുള്ളതാണ് ലഭിക്കുന്ന പരാതി. കാരണം INTUC-യുടെ നേതാവ് കൂടിയാണ് ജി ബൈജു. INTUC-യുടെ ആലപ്പുഴയുടെ നേതാവ് കൂടിയാണ്. ജി ബൈജുവിന് നിയമനം നൽകിയപ്പോൾ പകരം ഒരു CITU നേതാവിന് മറ്റൊരു പോസ്റ്റ് നൽകി അന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് കൊണ്ടിരുത്തി എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ജി ബൈജുവിന്റെ നിയമനം അത് തുടക്കകാലം മുതൽ തിരുവാഭരണ കമ്മീഷണർ മുതൽ ഡെപ്യൂട്ടി കമ്മീഷണറായി പിന്നീട് ദേവസ്വം സെക്രട്ടറി ആകുന്നതുവരെയുള്ള ഇടപാടുകളിൽ ആ നിയമനങ്ങളിലടക്കം വലിയ രീതിയിൽ കൃത്രിമം നടന്നു, വലിയ രീതിയിൽ ചില ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനം. റിജിത്ത്, നമുക്ക് ആ ഉത്തരവിൽ കാണാം. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം ദേവസ്വം സെക്രട്ടറിയായി ഒരാളെ നിയമിക്കണമെങ്കിൽ അതിന് പ്രമോഷനാണ് ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും അതിന് 3 പേരുടെ പട്ടിക, അത് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടിക ദേവസ്വം ബോർഡ് നൽകി DPC അത് അംഗീകരിക്കണം. ആ അംഗീകരിച്ച ശേഷം അതിനുകൂടി ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ടാകും. ഇയാളെ സംബന്ധിച്ച് മറ്റ് ആരോപണങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത്. പക്ഷേ ജി ബൈജുവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് വലിയ തോതിൽ അന്വേഷണം നടത്തിയിരുന്നു. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്ന ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ജി ബൈജുവിന്റെ പങ്ക് കൂടി വെളിപ്പെടുത്തുന്നതാകും പുതിയ പുറത്തുവരുന്ന ആരോപണങ്ങൾ. ദേവസ്വം സെക്രട്ടറിയായി ജി ബൈജു എത്തിയതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ ശബരിമലയിൽ നടന്നതെന്ന ആരോപണം കൂടി വകുപ്പിൽ നിന്ന് ഉയരുന്നുണ്ട്. ശരി, ആർ അരുൺരാജ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 2023 മെയ്യിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ജി ബൈജുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്നാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് 24-ന് ലഭ്യമായിരിക്കുന്നത്, രേഖകളാണ് 24-ന് ലഭ്യമായിരിക്കുന്നത്. അരുൺരാജ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.